ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല നാടൻ കുലുക്കി സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്ഷീണം മാറാനായിട്ടുള്ള നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണിത്. ചൂട് കാലത്തും പിന്നെ അതുപോലെ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് സബ്ജ സീഡ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ 1 ടീസ്പൂൺ സബ്ജ സീഡ്സ് കുറച്ച് വെള്ളം ചേർത്ത് 5 മിനിറ്റ് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ചെയ്യാനുള്ള അളവാണ് കാണിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് പഞ്ചസാരയൊന്ന് അലിയിച്ചിട്ട് വെക്കണം. പിന്നെ അധികം എരിവില്ലാത്ത ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ കീറി വയ്ക്കണം. ഒരു ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇടാനുള്ളതാണ്. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത ചെറുനാരങ്ങയാണ്. പുളിയുള്ളതാണെങ്കിൽ പകുതി നാരങ്ങയുടെ നീരെടുത്താൽ മതി. കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. പിന്നെ 1/4 ഗ്ലാസ് തണുത്ത വെള്ളം, 1 നുള്ള് ഉപ്പ്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ചേർക്കാം. കട്ട് ചെയ്ത ചെറുനാരങ്ങ ചേർക്കാം. നാരങ്ങ 2 കഷ്ണം വേണമെന്നില്ല. ആദ്യം കട്ട് ചെയ്ത ഏറ്റവും അറ്റത്തുള്ള ഭാഗമായാലും മതി. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അലിയിച്ചെടുത്ത പഞ്ചസാര പാനി ചേർക്കാം. 3-4 ഐസ് ക്യൂബ്സ് ചേർക്കാം. 1 നുള്ളു ഉപ്പ്, 1/4 ഗ്ലാസ് തണുത്ത വെള്ളം, നാരങ്ങ പിഴിഞ്ഞ നീര് ചേർക്കാം. അതിൻ്റെ കുരു ആവാതെ നോക്കണം. കുലുക്കി സർബത്ത് അതിൻ്റെ പേര് പോലെ തന്നെ കുലുക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ടൈറ്റായിട്ട് മൂടണം. എന്നിട്ടിത് നന്നായിട്ട് കുലുക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മൾ പാനിയായിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് ഇനി അലിയാനായിട്ട് നിൽക്കണ്ട. എല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട് നല്ലോണം കുലുക്കിയെടുത്താൽ മതി. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ബോട്ടിലേക്ക് എടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് കുലുക്കിയെടുക്കാം. ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിക്കും ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ പുറത്തേക്ക് തെറിക്കും. എളുപ്പത്തിന് ബോട്ടിലിൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. രണ്ടായാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. മധുരവും എരിവും പുളിയും 1 നുള്ളു ഉപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുലുക്കി സർബത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല തണുപ്പോടെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കുടിക്കാനായിട്ട് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്